പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. മാതാപിതാക്കളും സോദരർ ബന്ധുക്കൾ ആരുവെടിഞ്ഞിടിലും അനാഥനായി നിന്നെ കൈവിടുകില്ലെന്ന് അരുളിയോൻ കൂടെയുണ്ട്. അനാഥനായി നിന്നെ കൈവിടുകില്ലെന്ന് അരുളിയോൻ കൂടെയുണ്ട്. ആശ്രയിപ്പാനൊരു നാമമുണ്ടെങ്കിലത് യാഹല്ലാതാരുമില്ല. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. ഭാരങ്ങളേറുമ്പോൾ കഷ്ടങ്ങളേറുമ്പോൾ ആവശ്യങ്ങൾ ഏറിലും സഹായിപ്പാനായി സ്വർലോകനാഥന്റെ കരങ്ങൾ കുറുകിട്ടില്ല. സഹായിപ്പാനായി സ്വർലോകനാഥന്റെ കരങ്ങൾ കുറുകിട്ടില്ല. ആശ്രയിപ്പാനൊരു നാമമുണ്ടെങ്കിലത് യാഹല്ലാതാരുമില്ല. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 15-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. അപ്പൻ മരിച്ചുപോയി എന്ന് യോസേപ്പിൻ്റെ സഹോദരന്മാർ കണ്ടിട്ട്, പക്ഷേ യോസേപ്പ് നമ്മെ ദ്വേഷിച്ച് നാം അവനോട് ചെയ്ത സകല ദോഷത്തിന് നമ്മോട് പ്രതികാരം ചെയ്യും എന്ന് പറഞ്ഞു. അവർ യോസേപ്പിൻ്റെ അടുക്കൽ ആളയച്ചു. അപ്പൻ മരിക്കും മുൻപേ നിൻ്റെ സഹോദരന്മാർ നിന്നോട് ദോഷം ചെയ്തു, അവർ ചെയ്ത അതിക്രമവും പാപവും നീ ക്ഷമിക്കണമെന്ന് യോസേപ്പിനോട് പറവീൻ എന്ന് കൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ അപ്പൻ്റെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ ദ്രോഹം ക്ഷമിക്കണമേ എന്ന് പറയിച്ചു. അവർ യോസേപ്പിനോട് സംസാരിക്കുമ്പോൾ അവൻ കരഞ്ഞു. അവൻ്റെ സഹോദരന്മാർ ചെന്ന് അവൻ്റെ മുൻപാകെ വീണു. ഇതാ ഞങ്ങൾ നിനക്ക് അടിമകൾ എന്ന് പറഞ്ഞു. യോസേപ്പ് അവരോട്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്ത് ഇരിക്കുന്നുവോ? നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു. ദൈവം ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും പോറ്റി രക്ഷിക്കും എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തുന്ന ഒരു കർത്താവുണ്ട്. നമ്മുടെ ഹൃദയത്തിൻ്റെ നിരാശകൾ മാറ്റിത്തരുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഭയപ്പാടുകളും പരിഭ്രാന്തികളും നീക്കിത്തരുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ വെപ്രാളം മാറ്റിത്തരുന്നൊരു ദൈവമുണ്ട്. നമ്മുടെ ചഞ്ചല ഹൃദയം മാറ്റിത്തരുന്നൊരു ദൈവമുണ്ട്. നമുക്ക് വിശ്വാസം തരുന്ന ഒരു ദൈവമുണ്ട്. പരദേശി മോക്ഷയാത്ര എന്ന ആ ഗ്രന്ഥത്തിൽ അതിൻ്റെ 1-ാം ഭാഗത്തിൻ്റെ അവസാന ഭാഗം ക്രിസ്ത്യാനി യോർദാൻ കടക്കുന്നതായിട്ടാണ്. ബെയൂല നാട്ടിലെത്തി. അങ്ങ് അവസാന കാലമായി, മരണത്തോടടുത്തു, മരണത്തിൻ്റെ യോർദാൻ കടക്കുകയാണ്. പക്ഷേ ക്രിസ്ത്യാനി അവസാന സമയത്തും തേങ്ങുകയാണ്. ഒരു പേടി,
ഒരു ഭയം. പക്ഷേ ക്രിസ്ത്യാനിയുടെ കൂടെ വേറൊരാളുണ്ട്, അവൻ്റെ പേര് വിശ്വാസി എന്നാണ്. അവനൊരു ഭയവുമില്ല. ക്രിസ്ത്യാനി കണ്ട വലിയ വലിയ ദുർഘടങ്ങളും പ്രതിസന്ധികളുമെല്ലാം അതിജീവിച്ചാണ് വന്നതെങ്കിൽ പോലും അവിടെ ധൈര്യഹൃദയൻ എന്ന് പറയുന്ന പരിശുദ്ധാത്മാവ് എപ്പോഴും കൂടെ നടന്ന് ധൈര്യപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ ലഭിച്ചതാണ് എങ്കിൽ പോലും ക്രിസ്ത്യാനി ഭയപ്പെട്ടു പോവുകയാണ്, ഒന്നമ്പരന്ന് പോവുകയാണ്. ഈ യോർദാൻ കടക്കുമ്പോൾ യോർദാനിൽ താണു പോകുന്നു. പക്ഷേ വിശ്വാസി ഒട്ടും താഴുന്നില്ല. വിശ്വാസി നല്ല ധൈര്യത്തോടെ മുന്നോട്ട് കയറുന്നു. ക്രിസ്ത്യാനി അമ്പരപ്പിലായി. ക്രിസ്ത്യാനി സങ്കടപ്പെട്ടുകൊണ്ട് വിശ്വാസിയോട് പറഞ്ഞു, ഞാൻ രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല, ഇത്രയും നാളൊക്കെ പോകുന്നു, പക്ഷേ എനിക്കും ഒരു ഉറപ്പ് കിട്ടുന്നില്ല, എനിക്കൊരു ധൈര്യം കിട്ടും. ഞാൻ താണു പോകുന്നത് കണ്ടോ, എന്നെ താങ്ങാൻ ആരുമില്ലല്ലോ, എന്നെ സഹായിപ്പാൻ ആരുമില്ലല്ലോ, നിനക്കെങ്ങനെയാണ് ഈ ധൈര്യം കിട്ടിയത്, നിനക്കെങ്ങനെയാണ് ഈ വിശ്വാസം കിട്ടിയത്, എന്താണ്, നിനക്കൊരു പേടിയുമില്ലല്ലോ. ഉടനെ വിശ്വാസി പറഞ്ഞു, നീ ഭയപ്പെടും തോറും ഈ യോർദാൻ്റെ ആഴം കൂടിക്കൂടി വരും. എനിക്ക് സുഖമായിട്ട് നടന്നു പോകാം, ഒട്ടും ആഴമില്ല. എനിക്ക് നടന്നു പോകാൻ ഈ വെള്ളത്തിൽ കൂടി അപ്പുറം കിടക്കാൻ ഒരു പ്രയാസവുമില്ല, എനിക്ക് പ്രയാസമില്ല. പക്ഷേ നീ ഭയപ്പെടും തോറും ഇതിൻ്റെ ആഴം കൂടിക്കൂടി വരും. നിനക്ക് നിലയില്ല, കയത്തിൽ താണു പോകുന്ന പ്രതീതി ഉണ്ടാകും. ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ ക്രിസ്തുവിനെ വിശ്വസിക്കണം. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ വിശ്വസിച്ചാണല്ലോ പുറപ്പെട്ടത്, എനിക്ക് വിശ്വാസമുണ്ടല്ലോ. അല്ലല്ല, അതുകൊണ്ട് നിനക്ക് ജയം കിട്ടുകയില്ല. നീ നോക്കൂ, അപ്പുറത്തൊരാൾ നിൽക്കുന്നത് കാണും. ഈ യോർദാൻ്റെ അപ്പുറം മറുകരയിൽ ഒരാൾ കൈ നീട്ടി നിൽക്കുന്നത് നീ ഒന്ന് കാണൂ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ക്രിസ്ത്യാനി നോക്കി, അപ്പുറത്തിതാ രാജകുമാരൻ കൈ നീട്ടി നിൽക്കുന്നു. രാജാധിരാജനായ ക്രിസ്തു കരം നീട്ടി നിൽക്കുന്നു. പിന്നെ അതിനാഴം തോന്നിയില്ല. നല്ല സുഗമമായി നടന്ന് അപ്പുറം കയറി ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് ഇതാ ചെന്ന് ലയിച്ചു, ചെന്ന് ചേർന്നു. ഇത് വളരെ മനോഹരമായ ഒരു വിവരണമാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവിതം സമർപ്പിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് ഭയപ്പാടുകൾ വരുമ്പോൾ ഓർക്കുക, അപ്പുറത്ത് നിൽക്കുന്ന ക്രിസ്തുവിനെ, അപ്പുറത്ത് കരം നീട്ടി നിൽക്കുന്ന ക്രിസ്തുവിനെ. ഒരു കൂട്ടായ്മയിൽ നിങ്ങൾ ആശ്രയിച്ചാൽ രക്ഷ കിട്ടുകയില്ല, ഒരു വ്യക്തിയിൽ ആശ്രയിച്ചാൽ നിങ്ങൾ രക്ഷ കിട്ടുകയില്ല. ഇപ്പോൾ ഈ വചനം പറയുന്ന എന്നിൽ ആശ്രയിച്ചാലും നിങ്ങൾ സ്വർഗത്തിലെത്തുകയില്ല. പ്രിയപ്പെട്ടവരെ, ആശ്രയിക്കാൻ യോഗ്യമായി, ആശ്രയിക്കാൻ യോഗ്യനായി, ആശ്രയിക്കാൻ അർഹനായി, കരുത്തുറ്റവനായി, നിത്യതയുടെ ഉടയവനായി, പാപിക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞവനായി ഒരാളുണ്ട്. അവനാണ് കർത്താവായ യേശു ക്രിസ്തു. ക്രിസ്തുവിനെ നോക്കുവീൻ. അപ്പോസ്തലനായ പൗലോസ് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ പറഞ്ഞു, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുവീൻ. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം അവൻ ഓർത്തു, അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവീൻ. അപ്പോസ്തലനായ പൗലോസ് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ അനേകം പൂർവിക വിശ്വാസികളുടെ പരമ്പരയെ തന്നെ അവതരിപ്പിക്കുകയാണ്. അനേകം വിശ്വാസികൾ, വിശ്വാസ വീരന്മാർ, ഹാബേൽ മുതൽ ഹാനോക്ക്, നോഹ, അബ്രഹാം, ഇസ്ഹാക്ക് എന്നിങ്ങനെ മോശ തുടങ്ങി അനേകം വിശ്വാസ വീരന്മാരുടെ പട്ടിക നിരത്തി വെച്ചിട്ട് ഈ വിശ്വാസ വീരന്മാരായ വിശുദ്ധന്മാരെ എല്ലാം കാണിച്ചു കൊടുത്തിട്ട് പറയുകയാണ്, ഇവരെല്ലാം സാക്ഷികളുടെ വലിയൊരു സമൂഹമാണ്. ലോകം തങ്ങൾക്ക് യോഗ്യമല്ല എന്ന് പറഞ്ഞു നിന്ന വിശുദ്ധന്മാരുടെ പട്ടികയാണ്. ഈ വിശുദ്ധന്മാർ, ഈ സാക്ഷികളുടെ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. നമുക്ക് പ്രോത്സാഹനം തരുവാൻ, നമ്മെ ധൈര്യപ്പെടുത്തുവാൻ, നമുക്ക് ഉയരും ഉന്മേഷവും ഊർജ്ജസ്വലതയും പകർന്നു തരുവാനായി ഇതാ വിശ്വാസികൾ, വിശുദ്ധന്മാർ ചുറ്റും നിൽക്കുന്നുണ്ട്. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനായി യേശുവിനെ നോക്കുക. ഈ സാക്ഷികളുടെ സമൂഹത്തെ നോക്കി ഓടിയാൽ രക്ഷ കിട്ടുകയില്ല. ചുറ്റും നിൽക്കുന്ന വിശുദ്ധന്മാരെ നോക്കി ഓടിയാൽ രക്ഷ കിട്ടുകയില്ല. രക്ഷ കിട്ടണമെങ്കിൽ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനായി യേശുവിനെ നോക്കണം. പ്രിയപ്പെട്ടവരെ, യേശുവിനെ നോക്കിക്കൊണ്ട് ഓടണം. തളർച്ച മാറും, നിരാശ മാറും, ആകുലം മാറും. യൗസേപ്പ് അവരോട് സംസാരിച്ചു. എന്താണ് പറഞ്ഞത്? ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്തിരിക്കുന്നുവോ? നിങ്ങൾ എന്നെ ദൈവത്തെ പോലെ കാണുന്നത് എന്തിനാണ്? ഞാൻ നിങ്ങളുടെ സഹോദരനല്ലേ? ഞാൻ നിങ്ങളുടെ ഒരുവനല്ലേ?
എന്നാൽ സ്വർഗത്തിലെ ദൈവമല്ലേ നിങ്ങൾക്ക് ക്ഷമിച്ചു തന്നത്? ദൈവമല്ലേ ക്ഷമിച്ചു തന്നു എന്ന് നിങ്ങൾക്ക് വചനം തന്നത്? എൻ്റെ നാവിലൂടെയായിരിക്കും വചനം വന്നത്, പക്ഷേ ക്ഷമിച്ചത് ദൈവമല്ലേ? ദൈവമല്ലേ പുറത്തു തന്നത്? നിങ്ങൾ എന്തിന് പരിഭ്രമിക്കുന്നു? നിങ്ങൾ ഭയപ്പെടേണ്ട. ആ വാക്യം നമുക്കൊന്നുകൂടെ വായിക്കാം. 50:19. യോസേപ്പ് അവരോട്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്ത് ഇരിക്കുന്നുവോ? നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു. ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു. ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും പോറ്റി രക്ഷിക്കും എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, യോസേപ്പ് തന്നെ അവർക്ക് വെളിപ്പെടുത്തിയ അന്ന് യോസേപ്പ്, ഞാൻ യോസേപ്പ് ആകുന്നു എന്ന് അവരോട് പറഞ്ഞ് മിസ്രയീമിൽ അവർ ആഹാരം കൊള്ളുവാൻ ധാന്യം കൊള്ളുവാൻ വന്നപ്പോൾ അവരോട് പറഞ്ഞ്, ഞാൻ യോസേപ്പ് ആകുന്നു, എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വിഷാദിക്കേണ്ട, ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപേ അയച്ചതാണ് എന്നെല്ലാം പറയുന്ന ഭാഗം അവരെ യോസേപ്പ് ഇപ്പോൾ ഓർമ്മപ്പെടുത്തുകയാണ്. വാഗ്ദത്തം വിശ്വാസം എന്ന താക്കോൽ വാഗ്ദത്തം എന്ന താക്കോലുമാണ്. വാഗ്ദത്തത്തിൻ്റെ താക്കോൽ, വചനത്തിൻ്റെ വാഗ്ദത്തം എന്താണ് പറയുന്നത്? 45-ാം അധ്യായത്തിൽ നാം അത് കാണുന്നുണ്ട്. 45-ാം അധ്യായം 4-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അങ്ങനെയാണ് കാണുന്നത്. നിങ്ങൾ മിസ്രയീമിലേക്ക് വിറ്റ് കളഞ്ഞ നിങ്ങളുടെ സഹോദരൻ യോസേപ്പാകുന്നു ഞാൻ. എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപേ അയച്ചതാകുന്നു. ഈ വചനം വാഗ്ദത്ത വചനമാണ്. ഈ വചനം, വാഗ്ദത്തത്തിൻ്റെ വചനം, അതൊരു താക്കോൽ പോലെ അവർക്ക് കൊടുക്കുകയാണ്. ഇവിടെ പറയുന്നത് എന്താണ്? എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപേ അയച്ചതാകുന്നു. ദേശത്ത് ക്ഷാമമുണ്ടായിട്ട് ഇപ്പോൾ 2 സംവത്സരമായി. ഉഴവും കൊയ്ത്തുമില്ലാത്ത 5 സംവത്സരം ഇനിയും ഉണ്ട്. ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിനും വലിയൊരു രക്ഷയാൽ നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിനും ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപേ അയച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങളല്ല, ദൈവമത്രേ എന്നെ ഇവിടെ അയച്ചത്. എന്നെ ഇവിടെ വിറ്റത് കൊണ്ട് നിങ്ങൾ വിഷാദിക്കേണ്ട, നിങ്ങൾ നിരാശപ്പെടേണ്ട. ഇതെല്ലാം ദൈവം നന്മയ്ക്കാക്കി തീർത്തു. വന്നതെല്ലാം ദൈവം നന്മയ്ക്കാക്കി തീർത്തു. പ്രിയപ്പെട്ടവരെ, യോസേപ്പ് അവരെ ധൈര്യപ്പെടുത്തിയതാണ്. യോസേപ്പ് അവർക്ക് ആശ്വാസം കൊടുത്തതാണ്. എത്രയോ നാളുകളായി ഈ ആശ്വാസത്തിൻ്റെ വചനം അവരുടെ ഹൃദയത്തിലുണ്ട്. പക്ഷേ ആ വാഗ്ദത്ത വചനം അവരിപ്പോൾ മറന്നിരിക്കുകയാണ്. വാഗ്ദത്തം അവർക്ക് കൈമോശം വന്നിരിക്കുകയാണ്. വാഗ്ദത്തം വചനം അവർ മറന്നുപോയിരിക്കുകയാണ്. അത് സങ്കടകരമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ വാക്കുകളെ നിങ്ങൾ കേൾക്കുമ്പോൾ ഒന്ന് ചിന്തിക്കൂ. നിങ്ങൾക്ക് തന്ന വാഗ്ദത്തങ്ങൾ ഏതെങ്കിലും നിങ്ങൾ മറന്നുപോയിട്ടുണ്ടോ? ദൈവം നിങ്ങളെ വിളിച്ചപ്പോൾ, ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തപ്പോൾ, ദൈവം നിങ്ങൾക്ക് ജീവൻ തന്നപ്പോൾ, ദൈവം നിങ്ങളൊരു മാനസാന്തരത്തിലേക്ക് നടത്തിയപ്പോൾ, ദൈവം വീണ്ടും ജന്മത്തിൻ്റെ അനുഭവം നിങ്ങൾക്ക് തന്നപ്പോൾ, ദൈവം ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരാഗ്രഹം നിങ്ങൾക്ക് തന്നപ്പോൾ, അശുദ്ധിയോട് യാത്ര പറയാൻ നിങ്ങൾക്കൊരു തീരുമാനം തന്നപ്പോൾ, നിങ്ങളുടെ മദ്യപാനം വിട്ടുകളയണമെന്ന് ഒരു വലിയ ആശ നിങ്ങൾക്ക് വന്നപ്പോൾ, നിങ്ങളുടെ ചില ദുശ്ശീലങ്ങൾ മാറ്റിക്കളയണമെന്ന് നിങ്ങൾക്ക് താല്പര്യം വന്നപ്പോൾ, അപ്പോൾ ദൈവം നിങ്ങൾക്ക് ചില വാഗ്ദത്തങ്ങൾ തന്നിട്ടില്ലേ? ദൈവത്തിൻ്റെ ആത്മാവ് ചില വാഗ്ദത്തങ്ങൾ തന്നിട്ടില്ലേ? ഒന്ന് നിങ്ങൾ ഓർത്തു നോക്കൂ. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വചനം എത്ര മധുരമാണ്. വാഗ്ദത്ത വചനങ്ങൾ, ദൈവം തന്ന ആശ്വാസ വചനങ്ങൾ, ദൈവം തന്ന സമാധാന വചനങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്നെ നിലനിർത്തുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. എന്നെ ധൈര്യപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. എന്നെ ആശ്വസിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ പെരുകുമ്പോൾ, ആകുലങ്ങളും ആവലാധികളും തെറുത്തുയർന്നു വരുമ്പോൾ എനിക്ക് ധൈര്യം തരുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ആ വാക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ വാക്യം ഞാൻ ഉരുവിട്ടുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കാറുണ്ട്. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും, അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിൻ്റെ മധ്യേയുണ്ട്. ദൈവം അധികാലത്ത് തന്നെ അതിന് സഹായിക്കും. ഞാൻ ഈ വാഗ്ദത്തങ്ങൾ ഉരുവിട്ടുകൊണ്ട്
46-ാം സങ്കീർത്തനത്തിൻ്റെ ഈ ആദ്യ ഭാഗം ഉരുവിട്ടുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കാറുണ്ട്. ഞാൻ വീണ്ടും വീണ്ടും പറയാറുണ്ട്, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യുമെന്ന വാക്യം ഞാൻ വീണ്ടും വീണ്ടും ഉരുവിടാറുണ്ട്. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിൻ്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. ഈ ദൈവത്തിൻ്റെ വചനം പ്രിയപ്പെട്ടവരെ നിങ്ങൾ വായിച്ച് ധ്യാനിക്കണം. ഈ ബൈബിൾ നിങ്ങൾ വായിച്ച് ധ്യാനിക്കുക മാത്രമല്ല, നിങ്ങളിതിലെ വാക്യങ്ങൾ കൂടെ കൂടെ വായിക്കണം. ചില വാക്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തറയുന്ന വാക്യങ്ങൾ, നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന വാക്യങ്ങൾ നിങ്ങൾ ബൈബിളിൽ അണ്ടർലൈൻ, നിങ്ങൾ അടിയിൽ വരയിട്ട് നിങ്ങളത് വായിക്കണം. മാത്രമല്ല നിങ്ങൾ വീണ്ടും വീണ്ടും ഉരുവിടണം. അങ്ങനെ നിങ്ങൾ അറിയാതെ കാണാതെ പഠിച്ചു പോകണം. പ്രിയപ്പെട്ടവരെ, കാണാതെ പഠിക്കാൻ വേണ്ടി ഇരിക്കുകയല്ല, വായിച്ച് വായിച്ച് കാണാതെ ആയിത്തീരണം, കാണാതെ പഠിച്ചതുപോലെ ആയിത്തീരണം. വചനം നിങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കണം. വചനം നിങ്ങളുടെ ജീവിതത്തിൽ തിങ്ങി നിൽക്കണം. വചനം ഓടുവഴികൾക്ക് പ്രകാശമായിരിക്കും. വചനം ഇരുണ്ട പാതയിൽ വെളിച്ചം പകരും. പ്രിയപ്പെട്ടവരെ, മനോഹരമായൊരു കീർത്തനമുണ്ട്, സുന്ദരമായൊരു കീർത്തനം, മധുരം മധുരം മനോഹരം എന്നൊരു ഗീതം. മധുരം മധുരം മനോഹരം നൽ തേനിലും മധുരം തിരുവചനം. മധുരം മധുരം മനോഹരം നൽ തേനിലും തിരുവചനം. പാതയിൽ ശോഭിത ദീപമതായി കൂരിരുളാകെ അകറ്റിയിടൂ. പാതയിൽ ശോഭിത ദീപമതായി കൂരിരുളാകെ അകറ്റിയിടൂ. മധുരം മധുരം മനോഹരം നൽ തേനിലും മധുരം. മധുരം മധുരം മനോഹരം നൽ തേനിലും മധുരം തിരുവചനം. മേത്തരമാം പൊൻ അതിനോടതുല്യം, തങ്കവും അതിനോടു സമമല്ല. മേത്തരമാം പൊൻ അതിനോടതുല്യം, തങ്കവും അതിനോടു സമമല്ല. മധുരം മധുരം മനോഹരം നൽ തേനിലും മധുരം തിരുവചനം. മധുരം മധുരം മനോഹരം നൽ. മധുരം മധുരം മനോഹരം തേനിലും മധുരം തിരുവചനം. തിരുവചനം മധുരമാണ്. പ്രിയപ്പെട്ടവരെ, വലിയ കൊള്ള കണ്ടു കിട്ടിയതിനെ പോലെ ഞാൻ നിൻ്റെ വചനത്തിൽ ആനന്ദിക്കുന്നു ദാവീദൊരിക്കൽ പറഞ്ഞു. ദാവീദിന് വചനം ശക്തിയായിരുന്നു, ദാവീദിന് വചനം ബലമായിരുന്നു, ദാവീദിന് വചനം ആശ്വാസമായിരുന്നു, ദാവീദിന് വചനം സൗഖ്യമായിരുന്നു. വചനം സൗഖ്യമാണ് പ്രിയരെ, വചനം ബലമാണ് പ്രിയരെ, വചനം ധൈര്യമാണ് പ്രിയരെ, വചനം നമ്മുടെ ജീവനാണ് പ്രിയരെ. വചനം ആത്മാവാണ്, വചനം ശക്തിയാണ്, വചനം വെളിച്ചമാണ്, വചനം സമാധാനമാണ്. പ്രിയപ്പെട്ടവരെ, വചനം വിശുദ്ധിയാണ്, വചനം സ്നേഹമാണ്. ജീവൻ്റെ വചനം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടി ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ഇതാ വചനം, ആ വചനം ജഡമെടുത്ത് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. വചനം ജഡമെടുത്തു, കർത്താവായ യേശു ക്രിസ്തു, വചനമായ ക്രിസ്തു. ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ വാഗ്ദത്ത വചനങ്ങളെ മുറുകെ പിടിപ്പീൻ. വാഗ്ദത്തത്തിൻ്റെ താക്കോൽ നിങ്ങൾ കയ്യിലേന്തുവീൻ. വാഗ്ദത്തത്തിൻ്റെ താക്കോൽ കൊണ്ട് നിങ്ങൾ നിരാശ കോട്ടയെ തുറക്കുവീൻ, സംശയ കോട്ടയെ തുറക്കുവീൻ. കോട്ടയുടെ പൂട്ടുകൾ നിങ്ങൾ തുറക്കുവീൻ. സംശയ കോട്ടയുടെ പൂട്ടുകൾ തുറന്ന് നിങ്ങൾ പുറത്ത് കിടക്കുവീൻ. നിങ്ങൾ ബന്ധിതരായി കിടക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ സംശയാലുക്കളായി ബന്ധനത്തിൽ കിടക്കേണ്ട ആവശ്യമില്ല. പേടിച്ച് നിങ്ങൾ ഭയചകിതരായി നിങ്ങൾ കഴിഞ്ഞുകൂടേണ്ട ആവശ്യമില്ല. പരിഭ്രാന്തരായി കഴിയേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടി ഒരാൾ ഭയമെല്ലാം മാറ്റിയിരിക്കുന്നു. നമുക്ക് വേണ്ടി ഒരാൾ പാപമെല്ലാം നീക്കിയിരിക്കുന്നു. നമുക്ക് വേണ്ടി ഒരാൾ ക്രൂസിൽ മരിച്ചിരിക്കുന്നു. നമുക്ക് വേണ്ടി ഒരാൾ സ്നേഹം മാത്രം നൽകിയിരിക്കുന്നു. നോക്കൂ, യൗസേപ്പിൻ്റെ സ്നേഹം അല്പം പോലും പരിഭവമില്ലല്ലോ, അല്പം പോലും പാരുഷ്യമില്ലല്ലോ, അല്പം പോലും മുഷിച്ചിലില്ലല്ലോ, അല്പം പോലും ഇഷ്ടക്കേടില്ലല്ലോ. എന്തോ ഒരു സ്നേഹം. സ്നേഹിതരെ, ഈ സ്നേഹത്തിൻ്റെ അത്യുദാത്ത മാതൃക
നാം കാണുന്നത് ക്രൂസിലാണ്. ക്രൂസിലെ സ്നേഹം, ക്രൂസിലെ ആ കാരുണ്യം, ക്രൂസിലെ അദമ്യമായ സ്നേഹം, ക്രൂസിലെ നിസ്തുലമായ സ്നേഹം, ക്രൂസിലെ അത്ഭുത സ്നേഹം, പാപിയെ വീണ്ടെടുക്കുന്ന ക്രൂസിൻ്റെ നിസ്തുലമായ സ്നേഹം. ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ആ ക്രൂസിലെ സ്നേഹത്തെ ഒന്ന് ധ്യാനിക്കുകയും കർത്താവായ യേശു ഇതാ ക്രൂസിന്മേൽ 3 ആണികളിൽ തൂങ്ങിക്കിടക്കുന്നത് നിങ്ങളൊന്ന് കാണുകയും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ധ്യാനിക്കാം പ്രിയരെ. നിങ്ങൾക്ക് വേണ്ടി പീഡയേറ്റ് കിടക്കുന്ന ആ തിരുശരീരത്തെ നിങ്ങൾക്ക് ധ്യാനിക്കാം. നിങ്ങളുടെ ഉൾക്കണ്ണ് തുറന്നുകൊണ്ട് നിങ്ങൾക്ക് ധ്യാനിക്കാം പ്രിയരെ. ആ കൈകൾ ആണിയടിച്ച് തകർത്തിരിക്കുന്നു. ചോര, തിരുരക്തം, കുറ്റമില്ലാത്ത രക്തം തുള്ളി തുള്ളിയായി താഴോട്ട് ഒഴുകി വീഴുന്നു. നോക്കൂ പ്രിയപ്പെട്ടവരെ, അവൻ്റെ ശിരസിൽ മുൾമുടി വെച്ചിരിക്കുന്നു. ശിരസിൽ വെച്ചിരിക്കുന്ന മുൾമുടിയിൽ അവർ ആഞ്ഞടിച്ചപ്പോൾ ആ മുള്ള് തലയിലേക്ക് നെറ്റിയിലേക്കെല്ലാം തറഞ്ഞു കയറി. ആ മുള്ളിൻ്റെ അറ്റം കണ്ണിൽ വന്ന് അതിൻ്റെ അറ്റം കണ്ടു. പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് രക്തം തുള്ളി തുള്ളിയായി കവിളിലേക്ക് ഒഴുകി. കവിളത്ത് അടിച്ച് വീർത്ത് വീങ്ങിയ കവിള്, രോമങ്ങൾ പിഴുതെടുത്ത് രോമകൂപങ്ങളിൽ രക്തം തുളിച്ചു നിൽക്കുന്ന കവിള്. നിങ്ങൾ ശ്രദ്ധിക്കൂ, നിങ്ങൾ സൂക്ഷിച്ചു നോക്കുവീൻ, ധ്യാനിക്കുവീൻ പ്രിയപ്പെട്ടവരെ. ആ കവിളത്ത് തുപ്പലേറ്റിട്ടുണ്ട്. തുപ്പലും വിയർപ്പും രക്തവും കൂടി ഒലിച്ചൊലിച്ച് താഴോട്ട് ഇറങ്ങുന്നു. അപ്പോഴുണ്ട് ചങ്കിൽ കുന്തം കൊണ്ട് കുത്തേറ്റിട്ടുണ്ട്. അവിടെ നിന്ന് ചോര ഇതാ ഒഴുകുന്നു. സ്നേഹിതരെ കാണുവീൻ, ഇതാ കാലുകൾ തുളയ്ക്കപ്പെട്ടിരിക്കുന്നു. രക്തം ഇറ്റിറ്റായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. നോക്കുവീൻ, അവൻ്റെ പുറത്തേക്ക് ചാട്ടവാർ കൊണ്ട് ആഞ്ഞടിച്ചപ്പോൾ ചാട്ടവാറേറ്റ് പുറം ഉഴവുചാല പോലെ കീറിയിരിക്കുന്നു. കർത്താവായ യേശു ജനിക്കുന്നതിന് 750 കൊല്ലം മുമ്പ് യെശയ്യാ പ്രവാചകൻ ഈ കാഴ്ച കണ്ടു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ ഈ കാഴ്ച യേശുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ 750 കൊല്ലം മുമ്പ് കണ്ടിട്ട് യെശയ്യാവ് പറഞ്ഞു, ഇതാ സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു വിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം തരുവാൻ, അവൻ്റെ മുറിവുകളാൽ നമ്മുടെ മുറിവുകളെ പൊറുപ്പിക്കുവാൻ, അവനേറ്റ വേദനയാൽ നമ്മുടെ നിത്യവേദനയും യാതനയും മാറ്റുവാൻ, അവനേറ്റ ശിക്ഷയാൽ നമ്മുടെ നരകശിക്ഷ ഒഴിവാക്കി തരുവാൻ അവനിതാ ക്രൂശിന്മേൽ കിടക്കുന്നു. മകനെ, ഇനി നീ സംശയിക്കരുത്. മകളെ, ഇനി നീ സംശയിക്കരുത്. വാഗ്ദത്തത്തിന്റെ താക്കോൽ നീ വേഗം എടുക്കുക. വചനത്തിന്റെ താക്കോൽ നീ വേഗം എടുക്കുക. നിരാശ കോട്ടയെ നീ തകർക്കുക. നീ നിന്റെ ജീവിതത്തിലെ സംശയക്കോട്ടയുടെ പൂട്ട് തുറക്കുക. നീ പുറത്ത് കിടക്കുക. നീ പ്രസാദാത്മകമായ ജീവിതം നയിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. യൗസേപ്പ് അവരെ ധൈര്യപ്പെടുത്തി. യൗസേപ്പ് പറഞ്ഞു, യൗസേപ്പ് ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞതല്ലേ, അന്ന് ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളോട്. ഞാൻ അന്ന് പറഞ്ഞത് എന്താണ്? നിങ്ങൾ മറന്നുപോയോ? നിങ്ങൾ ആ വാക്കുകൾ എന്താണ് ഇത്ര പെട്ടെന്ന് മറന്നുപോയത്? ഞാനന്ന് പറഞ്ഞതല്ലേ, ദൈവം ജീവരക്ഷയ്ക്കായി എന്നെ മുൻപേ അയച്ചതാണ്. ഈ ക്ഷാമകാലത്ത് നമ്മളും നമ്മുടെ കുഞ്ഞുകുട്ടികളും നമ്മുടെ തലമുറയും ആരും പട്ടിണി കിടന്ന് ചാകാതിരിക്കാൻ ഉടയമ്പരാനെല്ലാം മുൻകൂട്ടി കണ്ട് എന്നെ ഇങ്ങോട്ട് അയച്ചതാണ്. അതുകൊണ്ട് നിങ്ങളല്ല എന്നെ അയച്ചത്, ഇതാ സ്വർഗത്തിലെ ദൈവം തന്നെയാണ് അയച്ചത്. ദൈവത്തിൻ്റെ കാര്യം ഇതിൻ്റെ എല്ലാം പിന്നിലുണ്ട്. എല്ലാം നിയന്ത്രിക്കുന്നൊരു കാര്യം, എല്ലാം. ദൈവ പൈതലേ, ഞാൻ നിന്നോട് പറയട്ടെ, നിൻ്റെ ജീവിതത്തിൽ എല്ലാം നിയന്ത്രിച്ച് നന്മയ്ക്കാക്കി മാറ്റാൻ ഒരു ദൈവത്തിന് കഴിയും. നീ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്ലോസ്ഡ് ചാപ്റ്റർ എന്നാണ്, തീർന്നു എന്നാണ്, ഇനി ആശയ്ക്ക് വകയില്ലെന്നാണ്, എൻ്റെ ജീവിതം കരിഞ്ഞു പോയില്ലേ എന്നാണ്, എൻ്റെ ജീവിതം നാമ്പടഞ്ഞു പോയില്ലേ എന്നാണ്, എൻ്റെ ജീവിതം എല്ലാം നാശമായി പോയി എന്നാണ്, ഇനിയും എനിക്കുണ്ടോ ഒരു എഴുന്നേൽപ്പ് എന്നാണ്, ഇനി എനിക്കുണ്ടോ ഒരു ഭാവി എന്നാണ്. എൻ്റെ ഭൗതിക ഭാവിയും നശിച്ചു, എൻ്റെ ആത്മീയ ഭാവിയും നശിച്ചു എന്നല്ലേ നീ പറയുന്നത്? ഈ രോഗമുണ്ടോ മാറാൻ പോകുന്നെന്നല്ലേ നീ പറയുന്നത്? ഈ കഷ്ടപ്പാടുണ്ടോ തീരാൻ പോകുന്നു? ഈ കടമുണ്ടോ വീടാൻ പോകുന്നു? എൻ്റെ ഈ കടഭാരമുണ്ടോ തീരാൻ പോകുന്നു? എൻ്റെ ജീവിതത്തിൽ ഒരു സമാധാനകാലം കിട്ടുമോ? അതെല്ലാം പഴയ കഥകൾ. ഇനിയുണ്ടോ ഒരു സമാധാനം? ദൈവ പൈതലേ, ഇങ്ങനെ പലതിനെ ഓർത്ത് നിരാശപ്പെട്ട് നീ ഇരിക്കുകയാണ്. നിനക്ക് പുതുവസന്തങ്ങൾ വിരിയിച്ചു തരുന്ന ഒരു ജീവനുള്ള നാഥനുണ്ട്. നിന്റെ ജീവിതത്തിൽ പുതു തളിരുകൾ കിളിർപ്പിച്ചു തരുന്ന ഒരു രക്ഷകനുണ്ട്. നിന്റെ ജീവിതത്തിൽ ഇനിയും നിനക്ക് ആശയും പ്രതീക്ഷയും പുലർത്തി തരുന്ന ഒരു നല്ല ദൈവമുണ്ട്. അവൻ വാഗ്ദാനങ്ങൾ തരുന്നവനാണ്. അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്തവനുമാണ്. വാഗ്ദാനങ്ങൾ നിവർത്തിക്കുന്നവനാണ്. വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുന്നവനാണ്. ദൈവ പൈതലേ, അവൻ്റെ വാഗ്ദത്തങ്ങളെ നീ മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസ വീരനായി നീ മുന്നോട്ട് പോകുവീൻ. വിശ്വാസത്തിൻ്റെ ദാർഢ്യം പൂണ്ട് നീ മുന്നോട്ട് പോകുവീൻ. അധൈര്യപ്പെടരുത് പ്രിയരെ, ചഞ്ചലപ്പെടരുത് പ്രിയരെ, നിങ്ങൾ സംശയാലുക്കളാകരുത്. ആരെന്ത് പറഞ്ഞാലും, ആരെന്ത് തെറ്റിദ്ധരിച്ചാലും, ആരെന്ത് എതിർത്താലും, പ്രിയനെ, ക്രിസ്തു
ക്രിസ്തുവിന്റെ ക്രൂസിലെ സ്നേഹം നിന്റെ കൈ മുതലാണെങ്കിൽ, ക്രിസ്തു തന്ന വിശുദ്ധി നിന്റെ സ്വത്താണെങ്കിൽ, നീ എന്തിന് ഭയപ്പെടണം? നീ എന്തിന് പേടിക്കണം? ജീവനുള്ള ക്രിസ്തുവിന്റെ പിറകെ നിനക്ക് ധൈര്യമായി പോകാമല്ലോ. അവന്റെ സാക്ഷിയായി നിനക്ക് എഴുന്നേൽക്കാമല്ലോ. അവന് വേണ്ടി നിന്റെ ആയുസ് നിനക്ക് വേർതിരിക്കാമല്ലോ. ഇതാ യൗസേപ്പ് അവരെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിച്ചു. കർത്താവായ യേശു നമ്മെ ധൈര്യപ്പെടുത്തും. യേശു ധൈര്യം തരുന്നവനാണ്. യേശു ആശ്വാസം തരുന്നവനാണ്. ഭീരുക്കൾക്ക് ധൈര്യം തരുന്നൊരു ദൈവം. പ്രിയപ്പെട്ടവരെ, അശുദ്ധർക്ക് വിശുദ്ധി തരുന്ന ഒരു ദൈവം, ദ്രവ്യാഗ്രഹികൾക്ക് ദൈവസ്നേഹം തരുന്ന ഒരു ദൈവം, സ്വാർത്ഥതക്കാർക്ക് നിർമ്മല സ്നേഹം തരുന്ന ഒരു ദൈവം, അഹങ്കാരികൾക്ക് എളിമ തരുന്ന ഒരു ദൈവം, ആഡംബരഭ്രമമുള്ളവർക്ക് ലളിത ജീവിതം തരുന്ന ഒരു ദൈവം, ഭക്ഷണക്കൊതിയന്മാർക്ക് മിതഭക്ഷണത്തിനുള്ള കൊതി തരുന്ന ഒരു ദൈവം. പ്രിയപ്പെട്ടവരെ, ഒരു നല്ല ദൈവം ജീവിക്കുന്നുണ്ട്. സ്വഭാവം മാറ്റുന്ന ഒരു ദൈവം, പ്രകൃതം മാറ്റുന്ന ആ ദൈവം, കോപം മാറ്റുന്ന ആ ദൈവം, കലി മാറ്റുന്ന ആ ദൈവം, അഴുക്ക് മാറ്റുന്ന ആ ദൈവം, അശുദ്ധി മാറ്റുന്ന ആ ദൈവം, പിണക്കം മാറ്റുന്ന ആ ദൈവം, കലക്കം മാറ്റുന്ന ആ ദൈവം, വൈരാഗ്യം മാറ്റുന്ന ആ ദൈവം. പ്രിയപ്പെട്ടവരെ, ഈ നിത്യനായ ദൈവം ഇപ്പോൾ നിങ്ങളോട് ഇടപെടുന്നത് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ആ ക്രൂസിലെ സ്നേഹത്തിലേക്ക് നിങ്ങൾ നോക്കുവീൻ. നിങ്ങൾ മറ്റെല്ലാ ചിന്തകളും മറക്കുവീൻ. ക്രൂസിലെ സ്നേഹത്തെ കാണുവീൻ. മകനെ, നിന്റെ കഷ്ടപ്പാടുകൾ ഓർത്ത് നീ വലയണ്ട. മകളെ, നിന്റെ ദുരിതങ്ങൾ ഓർത്ത് നീ വിഷമിക്കേണ്ട. ദൈവവൈതലേ, നിന്റെ ജീവിതത്തിൽ വന്ന യാതനകളും വേദനകളും, തീർത്താൽ തീരാത്ത ദുഃഖമെന്ന് നീ കരുതിയതായ കഷ്ടപ്പാടുകളും, നിന്റെ ജീവിതത്തിലെ ക്ലേശങ്ങളും പ്രശ്നങ്ങളും, ഇതൊന്നും ഓർത്ത് നീ ഇപ്പോൾ നിരാശപ്പെട്ടിരിക്കേണ്ട. എല്ലാം മാറ്റിമറിച്ച് ഒരു പുതിയ കാലം നിനക്ക് തരുവാൻ സ്വർഗത്തിലെ ദൈവം ശക്തനാണ്. കഴിഞ്ഞതെല്ലാം മായ്ച്ചു തന്ന്, സകല പാപങ്ങൾ ക്ഷമിച്ചു തന്ന്, തങ്കച്ചോരയിൽ കഴുകി തന്ന്, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം നിന്നെ കഴുകി തന്ന് ഒരു പുതുജീവിതം നിനക്ക് തരുവാൻ സ്വർഗത്തിലെ ദൈവം ശക്തനാണെന്ന് വിശ്വസിക്കുമോ? അവന്റെ പാദത്തിൽ നീ വീഴുമോ? നിന്നെ തന്നെ സമർപ്പിക്കുമോ? ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തുന്ന ദൈവത്തിന്റെ കൃപ നിങ്ങൾ അനുഭവിക്കുമോ? ആ വാക്യം ഇങ്ങനെയാണ്: ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും പോറ്റി രക്ഷിക്കും എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി. നിങ്ങളെ രക്ഷിക്കും, നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും രക്ഷിക്കും, തലമുറകളെ നോക്കിക്കൊള്ളാമെന്ന്, മക്കളെയും മക്കളുടെ മക്കളെയും നോക്കിക്കൊള്ളാമെന്ന്. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളെന്ത് പറയുന്നു? നമ്മൾ മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം, നമ്മുടെ മക്കളുടെ കാര്യം, മക്കളുടെ കാര്യം, അവരെക്കുറിച്ചൊക്കെ നിങ്ങൾ നാവലാതിപ്പെട്ടിരിക്കുകയല്ലേ? മക്കളെക്കുറിച്ച്, മക്കളുടെ മക്കളെക്കുറിച്ച് പല ആകുലങ്ങൾ, പല ആശങ്കകൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉരുത്തിരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയല്ലേ? പേടിക്കേണ്ട പ്രിയപ്പെട്ടവരെ. എന്താ പറഞ്ഞത്? ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും പോറ്റി രക്ഷിക്കുമെന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തുവാൻ ക്രിസ്തു ഇതാ നിങ്ങളുടെ അരികത്തേക്ക് വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ആശ്വാസം തന്ന് ധൈര്യം പകരാൻ ക്രിസ്തു നിങ്ങളുടെ സമീപത്തേക്ക് വന്നിരിക്കുന്നു. വിശ്വാസം തന്ന് പ്രത്യാശ പകരാൻ യേശു നിങ്ങളുടെ അരികത്തേക്ക് വന്നിരിക്കുന്നു. ഹൃദയ കണ്ണ് തുറന്ന് യേശുവിനെ ഇന്ന് കാണുവീൻ, അവൻ്റെ പാദത്തിലൊന്ന് വീഴുവീൻ, അവനോട് വാക്ക് പറയുവീൻ. നാഥ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ അടിമ. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ അടിമ. എൻ്റെ യേശുവേ, എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ച രക്ഷക, ഇന്നു മുതൽ ഞാൻ പുതിയ സൃഷ്ടി, ഇന്നു മുതൽ ഞാൻ പുതിയ മനുഷ്യൻ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിപ്പീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ സ്വർഗീയ പിതാവേ, കരുണയുള്ള കർത്താവേ, ജീവനുള്ള ദൈവമേ, ഈ മനോഹരമായ സമയത്തിനായി സ്തോത്രം. നിന്റെ തിരുവചനം കേട്ട് എല്ലാവരെയും വാഴ്ത്തണമേ. തീരുമാനമെടുത്തവരുടെ മേൽ നിന്റെ കൃപ പകരണമേ. അത്ഭുത കൃപകൾ എല്ലാവരുടെ മേലും ചൊരിയണമേ. ഭാരത്തോടിരിക്കുന്നവരുണ്ടല്ലോ കർത്താവേ, രോഗികളുണ്ടല്ലോ, മനസ്സ് ആകുലപ്പെട്ടിരിക്കുന്നവരുണ്ടല്ലോ, ഭാവിയോർത്ത് നെടുവീർപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ, കടഭാരത്തിൽ കുടുങ്ങിക്കിടക്കുന്നവരുണ്ടല്ലോ കർത്താവേ, എല്ലാവരെയും ആശ്വസിപ്പിക്കണം, എല്ലാവരെയും ധൈര്യപ്പെടുത്തണമേ. നിത്യജീവന്റെ പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. വിശുദ്ധരെ എഴുന്നേൽപ്പിക്കണമേ. മഹത്വം തിരുവിനെടുക്കണമേ. യേശുക്രിസ്തുവിന്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ തന്നെ.